السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിന് മുന്നോടിയായി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള ഇത്തരം മജ്ലിസുകൾ തീർച്ചയായും ഈമാനികമായി നമുക്കൊരു ഉണർവും ഉന്മേഷവും ലഭിക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സുകൾ കൊണ്ടുള്ള പൂർണ്ണമായ ഉപകാരം നമുക്ക് നൽകുകയും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇൽമിന്റെ സദസ്സുകൾക്കുള്ള മുഴുവൻ പ്രതിഫലവും അവനൊട്ടും കുറക്കാതെ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗീയ ഭവനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, എനിക്കിന്ന് ലഭിച്ചിട്ടുള്ള വിഷയം മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരോടുള്ള കടമകളെ കുറിച്ചാണ്, ഉലമാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന, അവന്റെ ദീനിനെ കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാരെന്നുള്ളത്. അല്ലാഹു തആല അവരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും അവന്റെ നബിമാരുടെ അനന്തരം കൈപ്പറ്റുന്നവരായി, അനന്തരാവകാശികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഒരുപാട് നന്മകൾ അവർക്ക് നൽകി. അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖീങ്ങളായി സൗഭാഗ്യ ജീവിതം നയിക്കുന്നവരായി ഇഹലോകത്തിലും പരലോകത്തിലും സ്വർഗീയ അനുഭവങ്ങൾ ലഭിക്കുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൽബുകളെയും ശരീരങ്ങളെയും അല്ലാഹു തആല മാറ്റി. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത് അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് അവർ മാത്രമാണെന്നാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ അവൻ ഏറ്റവും ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയതിനു മേൽ ഉലമാക്കളെ പുകഴ്ത്താൻ നമുക്ക് വേറെ വാക്കുകളില്ല. അള്ളാഹുവിന് ഏറ്റവും ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ആരാണ് ആ പണ്ഡിതന്മാർ? അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിന്റെ വ്യാഖ്യാനമായ ഹദീസുകളും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ അത്രയും ഈ പണ്ഡിതന്മാർക്ക് വില നൽകിയിരുന്നു. ഈ കാലം വരെയും ദീനുൽ ഇസ്ലാമിലെ ഉലമാക്കൾക്ക് ജനങ്ങൾ വലിയ വില നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ
ഇസ്ലാമിന്റെ ശത്രുക്കളും ഇസ്ലാമിനകത്ത് നിന്ന് തന്നെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന കപടവിശ്വാസികളുമാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ വില കുറച്ചു കാണുകയും ജനങ്ങൾക്കിടയിൽ അവർക്ക് അവമതിപ്പുണ്ടാക്കുകയും അങ്ങനെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകതയൊന്നും ആർക്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പ്രത്യേകമായി ആദരിക്കപ്പെടേണ്ട, സ്നേഹിക്കേണ്ട, പ്രത്യേകമായി വാക്കുകൾ പരിഗണിക്കപ്പെടേണ്ടതായ ഒന്നും അവർക്കില്ല എന്നവർ പറഞ്ഞു പരത്തുകയും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും പണ്ഡിതന്മാരെ അകറ്റി നിർത്തുകയും അങ്ങനെ ഫിത്നകൾ സമൂഹത്തിൽ വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അവരുടെ സംസാരങ്ങളിൽപ്പെട്ടതാണ് ഈ പണ്ഡിതന്മാർ നിങ്ങളുടെ ജീവിതം കുടുസാക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. ഇവർ പറയുന്ന നിയമങ്ങളുമൊക്കെ അനുസരിച്ച് അക്ഷരപൂജകരായി ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ സന്തോഷമൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ യുവാക്കളോട് പണ്ഡിതന്മാരെ കുറിച്ച് മോശം ധാരണ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സാധാരണക്കാർക്കിടയിലും അവരുടേതായ ദേഹേച്ഛകൾ, അവരുടേതായ ശഹവത്തിന്റെ മാർഗങ്ങൾ അത് പ്രചരിപ്പിക്കണമെങ്കിൽ പണ്ഡിതന്മാർ അവർക്കൊരു തടസ്സമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ അവമതിച്ചു കാണുക എന്നുള്ളതാണ് ജനങ്ങളിൽ ആദ്യം അവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ വല്ലവരിലും സംഭവിക്കുന്നതായ ന്യൂനതകൾ അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ പണ്ഡിതന്റെ വർഗത്തെ തന്നെ ഏറ്റവും മോശപ്പെട്ട വർഗമായി ജനങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കുകയും ചെയ്യുന്നത് സഹോദരങ്ങളെ ഇന്ന് സർവ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന്റെ ഫലമോ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും പണ്ഡിതന്മാരെ കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള സ്ഥാനത്തെക്കുറിച്ചോ അവരോരോരുത്തരോടും നമുക്കുള്ള ബാധ്യതകളെ കുറിച്ചോ അവർക്ക് യാതൊരു ധാരണയുമില്ല. അങ്ങനെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള ശ്രേഷ്ഠതകളെ കുറിച്ചോ ഒന്നും അറിയുകയില്ല. സഹോദരങ്ങളെ, ഇത് പഴയ കാലം മുതൽ തന്നെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തായിരുന്നല്ലോ അന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാർ. അല്ല, ഖിയാമത്ത് നാൾ വരെയുമുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. ആ സ്വഹാബികളെ പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടായില്ലേ? ആ സ്വഹാബികളുടെ ദീനിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടായില്ലേ? ആ സ്വഹാബികളെ തക്ഫീർ ചെയ്തുകൊണ്ട് കാഫിറാക്കിക്കൊണ്ട് നിങ്ങളൊന്നും മുസ്ലിമീങ്ങളല്ല എന്ന് പറയുന്ന, നിങ്ങൾ ദുനിയാവിന്റെ സുഖലോലുപതയിൽ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖവാരിജുകൾ പുറപ്പെട്ടില്ലേ? ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠവര്യരായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സ്വഹാബിമാരിൽ പ്രധാനികളെ അവർ വധിച്ചു കളഞ്ഞില്ലേ? ഇത്തരം ഫിത്നകൾ സഹോദരങ്ങളെ സ്വഹാബികളുടെ കാലം മുതൽ തന്നെയുണ്ട്. അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നതിൽ നിന്ന് പോലും അവരുടെ നാവുകൾ ഒഴിഞ്ഞുമാറിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് യുദ്ധാർജിത സ്വത്ത് വിഭജിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നീ നീതി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് താങ്കൾ അങ്ങനെ നീതിയും തഖ്വയൊന്നും ഇല്ലാത്ത ആളാണെന്നുള്ള രീതിയിൽ പരിഹസിച്ച വാക്കുകൾ സഹോദരങ്ങളെ അത്തരത്തിലുള്ള ഖവാരിജുകളുടെ വായിൽ നിന്നും വന്നിട്ടുള്ളത് ഹദീസുകളിൽ നിന്നും കാണാൻ സാധിക്കും. അല്ല, മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്കും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ശേഷമുള്ള നബിമാർക്കുമൊക്കെ എല്ലാ അമ്പിയാക്കൾക്കും ഈ പറയുന്ന ആളുകളിൽ നിന്നും പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉപദ്രവിച്ച ശല്യപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടരെ പോലെ നിങ്ങളാകാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ നബിമാരെ പരിഹസിക്കാൻ പാടില്ല. ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത്തരത്തിലുള്ള കുറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആക്ഷേപിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കുറ്റവിമുക്തനാണ്, കുറ്റമില്ലാത്തവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വകാന ഇൻദല്ലാഹി വജീഹ, അല്ലാഹുവിന്റെ അടുക്കൽ ഉത്കൃഷ്ടനായ ഒരു നബിയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, വമിൻഹും മൻ യൽമിസുക ഫിസ് സദഖാത്ത്, അവരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, താങ്കൾ ആളുകൾക്ക് ഇങ്ങനെ സ്വതക്കകളൊക്കെ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ ആക്ഷേപിക്കും, നബി കൊടുക്കുന്നത് ശരിയില്ല, ഇത് ഞങ്ങളോട് അന്യായമാണ് കാണിക്കുന്നത്, ഇതിന്റെ വിഭജനമൊന്നും ശരിയില്ല എന്ന് പറഞ്ഞ് അത്തരത്തിൽ ആരോപണങ്ങളൊക്കെ അവർക്ക് നേരെ അയച്ചുവിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അങ്ങനെ അയച്ചുവിട്ടു. എന്നാൽ അല്ലാഹു തആല പറയാണ്, ഫൈനുഅതു മിൻഹാ റദു, അവർക്ക് വല്ലതും കൊടുത്താൽ അവർ തൃപ്തിപ്പെടും. വഇല്ലം യുഅതു മിൻഹാ ഇദാഹും യസ്ഖതൂൻ, അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവരതാ കോപാലുകളായി മാറുകയാണ്, ദേഷ്യം പിടിക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം
അമ്പിയാക്കളോടും അവരുടെ അനന്തരാവകാശികളോടും എന്നും ശത്രുത പുലർത്തുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇങ്ങോട്ട് അതെപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ആരാണോ ദീനുൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ ദീനുൽ ഇസ്ലാമിലെ പണ്ഡിതന്മാരിൽ ആരാണോ ഉമ്മത്തിനെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്, അവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക എന്നുള്ളത്, അവർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ അയച്ചുവിടുക എന്നുള്ളത് എന്നും ശത്രുക്കൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ ചെറുതൊന്നുമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, സഹോദരങ്ങളെ, അത് അത്രയും വലുതാണ്. ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത്രയുമുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തോട് അസൂയയും വെറുപ്പുമുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ പടച്ചുവിടുകയും അങ്ങനെ വർഷങ്ങളോളം ജയിലിൽ കിടക്കുകയും ആ ജയിലിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരുന്നു, അദ്ദേഹത്തിന് ഈ ഉമ്മത്തിന് നൽകിയ ഖിദ്മത്തുകൾ എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും അവരുടെ പിൻഗാമികൾക്ക് പോലും പിൽക്കാലത്ത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ്. ഏത് കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പേരുണ്ടല്ലോ, വഹാബികളാണ് നമ്മൾ എന്നാണ് ആളുകൾ നമ്മെ കുറിച്ച് പറയുന്നത്. എന്തിന്റെ പേരിലാണ്? നമ്മൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് പിൻപറ്റുന്നത് എന്ന് ഇല്ലാത്ത രൂപത്തിൽ പറയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പിൻപറ്റുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള പരിശുദ്ധമായ ദീനാണ്. സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനും ഹദീസുകളും മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുന്നതിന് ഒരാളുടെ പേരിലേക്ക് നമ്മെ ചേർത്തി എന്തോ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ നമ്മെ കുറിച്ച് ആക്ഷേപിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം ഈ ഉമ്മത്തിന് ചെയ്തിട്ടുള്ള, ഈ ആധുനിക ഉമ്മത്തിന് ചെയ്തിട്ടുള്ള സേവനം ചെറുതൊന്നുമല്ല. ലോകം മുഴുവനും ശിർക്കിലും ഖുറാഫാത്തുകളിലും ബിദ്അത്തുകളിലും മുങ്ങിക്കൊളിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇന്നത്തെ സൗദി അറേബ്യയുടെ നജ്ദ് പ്രവിശ്യയിൽ നിന്നും വളരെ ശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് എടുത്തുകൊണ്ടും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടും മുൻഗാമികളുടെ സംസാരങ്ങളുമെല്ലാം ഉദ്ധരിച്ചുകൊണ്ടും യഥാർത്ഥ ദീനിലേക്ക് ആളുകളെ തിരികെ വിളിച്ചത്, ഒരു പരിഷ്കർത്താവായി മാറിയത്. അങ്ങനെ കൃത്യമായി ആളുകൾ ശിർക്കുകളും ബിദ്അത്തുകളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ യഥാർത്ഥ ദീനിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ആളുകൾ അവരോട് ഉണ്ടാക്കിയിട്ടുള്ള ഖബറുകളും മറ്റുമൊക്കെ അവർ തന്നെ തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായി. അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ മനസ്സിലായി ചെയ്തു കൂട്ടിയത് ഏതൊരു ദീനിനു വേണ്ടി, ഏതൊരു ശിർക്കിനെതിരെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്, അതേ കാര്യമാണല്ലോ ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും തൗഹീദിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരികയും ചെയ്തു. യഥാർത്ഥ ദീനുൽ ഇസ്ലാം അത് ലോകം മുഴുവൻ പരക്കാൻ തുടങ്ങി. യഥാർത്ഥ ദീനുൽ ഇസ്ലാം ആളുകൾ അതിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങി. ദീനുൽ ഇസ്ലാമിന് ഇസ്സത്തുണ്ടായി. ഇത് ശത്രുക്കൾക്ക് സഹിച്ചില്ല. യഥാർത്ഥ ഇസ്ലാം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മത്തിന് ഇസ്സത്ത് കൊടുക്കുമെന്നുള്ളത് ശത്രുക്കൾക്ക് പോലും അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഖവാരിജുകളുടെ വാദത്തിലാണ്. ഖുർആൻ ഓതിയിട്ട് അതിന്റേതല്ലാത്ത അർത്ഥങ്ങൾ പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവനാണ് തുടങ്ങിയ പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ പറഞ്ഞു. എന്നാൽ ഒന്നിനു പോലും അവർക്ക് തെളിവുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്ന ഒരു വാക്കുപോലും അത് മുൻഗാമികൾ പറയാത്തതായ പുത്തൻ വാദമാണ് എന്ന് സ്ഥാപിക്കാൻ അവർക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെട്ടത്? അദ്ദേഹം യഥാർത്ഥ ഇസ്ലാമിനെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാണ്. എല്ലാ പണ്ഡിതന്മാരുടെയും അവരുടെ ധർമ്മം ഇതാണ്. അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ വ്യാപകമായി ശിർക്കുകളും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും പ്രചരിക്കുമ്പോൾ യഥാർത്ഥ ദീൻ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഖാല അല്ലാഹു അസ്സ വജൽ ഫീ കിതാബി, അല്ലാഹു അവന്റെ കിതാബിൽ ഇതാ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖുർആൻ ഓതുകയാണ്. ഹദീസുകൾ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്ഥിരപ്പെട്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തുകളെയും ഹദീസുകളെയും ഇതാ മുൻഗാമികൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, മുഫസ്സിറുകൾ സഹാബികളിൽ നിന്നും ഇത് ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞ് കൃത്യമായി ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരെ വീണ്ടും ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇവർ കൊട്ടാരം പണ്ഡിതന്മാരാണ്. ഇവരിങ്ങനെ അച്ചാരം വാങ്ങിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരാണ്, ഇവർ ജൂത ഏജന്റുകളാണ്, സയോണിസ്റ്റുകളാണ് എന്ന് തുടങ്ങിയ പേരുകൾ അവർ നിർലോഭം പണ്ഡിതന്മാർക്ക് നേരെ ചാർത്തുവാൻ തുടങ്ങി. അങ്ങനെ സലഫിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന സലഫി പണ്ഡിതന്മാരെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആക്ഷേപങ്ങൾ സഹോദരങ്ങളെ ആളുകൾ പറഞ്ഞു തുടങ്ങി. അതിൽ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം
സഹോദരങ്ങളെ, ഇത് ശത്രുക്കളാണ് ആരംഭിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ ഷിർക്കിന്റെയും അതിന്റെ വക്താക്കളാണ് ആരംഭിച്ചത് എങ്കിൽ, ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായി ഇതിന് വലിയ സ്വാധീനമുണ്ടായിട്ടുണ്ട്. എത്രത്തോളം അങ്ങനെ പണ്ഡിതന്മാർക്ക് അങ്ങനെ സ്ഥാനങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്ന രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ അകത്തുനിന്ന് തന്നെ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് ഇത്തരത്തിൽ ലിബറൽ വാദങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഖുർആനും ഹദീസും എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ മനസ്സിലാക്കിയതുപോലെ സ്വീകരിച്ചാൽ മതി. അങ്ങനെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ അങ്ങനെ പ്രത്യേകം അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് അവർക്ക് പൊതുവായിട്ട് തോന്നിക്കുന്നതായ ചില സന്ദേഹങ്ങളൊക്കെ അവർ പ്രചരിപ്പിക്കും. ആർക്കാണ് തെറ്റുപറ്റാത്തത്? അല്ല, അത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും തെറ്റുപറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ചില ആശയങ്ങളൊക്കെ ആളുകൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആളുകൾക്കിടയിൽ പണ്ഡിതന്മാരെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പണ്ഡിതന്മാർക്ക് പല തെറ്റുപറ്റിയിട്ടില്ലേ, ഇന്ന പണ്ഡിതന് തെറ്റുപറ്റിയിട്ടില്ലേ, ഇങ്ങനെ തെറ്റുപറ്റിയിട്ടില്ലേ, അങ്ങനെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടൊന്നും നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിക്കേണ്ടതില്ല. പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റും. അതിൽ പറഞ്ഞതിൽ ശരിയുണ്ട്. പണ്ഡിതന്മാരാരും മഅസൂമിങ്ങളാണ് എന്ന് നമുക്ക് ആർക്കും വാദമില്ല. എന്നാൽ പണ്ഡിതന്മാരെ മുഴുവൻ തള്ളാനായിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു എന്നുള്ളത് പലർക്കും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആമുഖമായി പണ്ഡിതന്മാർക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലുള്ള സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ മഹാനായ സ്വഹാബി സിയാദ് ബിൻ ലബീദ് അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ഇൽമ് ഊരിപ്പോകും, ഇൽമ് ഈ ഉമ്മത്തിൽ നിന്നും എടുത്തുപോകും എന്നൊക്കെയുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് റസൂലുള്ളാഹ് ഈ ഇൽമ് ഇങ്ങനെ പോകുക? വകൈഫ യദ്ഹബുൽ ഇൽം വനഹ്നു നുഖ്രിഉൽ ഖുർആന അബ്നാഅന വയുക്രിഉഹു അബ്നാഉന അബ്നാഅഹും ഇലാ യൗമിൽ ഖിയാമ. നമ്മളിതിപ്പോ നമ്മുടെ കയ്യിൽ ഖുർആനും ഹദീസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഇൽമുണ്ട്, നമ്മളിത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, മക്കളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അങ്ങനെ ഇൽമ അങ്ങനെ ഊരിപ്പോകും എന്ന് പറയുന്നു. ഇൽമ അങ്ങനെ പോകാനാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, സകിലത്ക ഉമ്മുക യാ സൈദ്, സിയാദ്, നിന്റെ ഉമ്മക്ക് വിരഹ ദുഃഖം, അത് നിനക്ക് നിന്റെ ഉമ്മയെ നഷ്ടപ്പെടട്ടെ. ഈ പ്രയോഗം നമുക്കറിയാം, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും. അതിന്റെ വാക്ക് ആ അർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും നീ പറഞ്ഞ വാക്ക് വളരെ ഗുരുതരമാണല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കുൻതു ലഅറാക മിൻ അഫ്ഖഹി റജുലിൻ ഫിൽ മദീന, ഞാൻ മദീനയിൽ ഏറ്റവും വലിയൊരു ഫഖീഹായിട്ടാണ് നിന്നെ മനസ്സിലാക്കിയത്. എന്നിട്ട് ആ പറഞ്ഞതിന്റെ അബദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവലൈസ ഹാദിഹിൽ യഹൂദു വൻ നസാറ യഖറഊന തൗറാത വൽ ഇൻജീൽ. നിങ്ങളിപ്പോ ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദ നസ്രാണികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ഒരു കാലത്ത് നമ്മെ പോലെ നബിമാരുടെ അനുയായികളായിട്ട് ഇവരുടെ പൂർവ്വപിതാക്കൾ അങ്ങനെ ഉണ്ടായിരുന്നവരാണ്. ആ പൂർവ്വപിതാക്കളെ മുസ്ലിമീങ്ങളാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമെ അംഗീകരിച്ചവർ അന്നത്തെ മുസ്ലിമീങ്ങളാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമെ അംഗീകരിച്ചവർ അന്നത്തെ മുസ്ലിമീങ്ങളാണ്. പക്ഷെ പിന്നീട് എന്താണ് അവർക്ക് സംഭവിച്ചത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പറയുന്ന യഹൂദ നസ്രാണികളൊക്കെ തൗറാത്തും ഇൻജീലൊക്കെ വായിക്കുന്നുണ്ട്. വലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, പക്ഷെ അതിലുള്ളതൊന്നും അമല് ചെയ്യുന്നില്ല. കാരണം അതിനെക്കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാരിൽ അവരില്ലാതെ പോയി, അല്ലെങ്കിൽ അതിലുള്ള പണ്ഡിതന്മാർ അത് വഴിപഴച്ചു പോയി. അതോടുകൂടി ആ സമൂഹം ഇല്ലാതായി തീരുകയാണ് എന്ന് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് ഈ ഇൽമ് പണ്ഡിതന്മാരില്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ ഇൽമ് ഖുർആനും ഹദീസും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ ഇൽമ് നമുക്ക് ചോർന്നു പോകും. തീർച്ചയാണ്. അത് ഇന്ന് നമ്മൾ ലോകത്തിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എടുത്തു നോക്കിയാൽ മുസ്ലിം ഉമ്മത്തിന് എവിടെയാണോ അപജയങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് പണ്ഡിതന്മാരുടെ, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കുറവുകൾ അവിടെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. എവിടെയാണോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ സ്വഹാബികളുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുടെ കുറവുള്ളത്, അവിടെ അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഷിർക്കുകളും ബിദ്അത്തുകളും ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത് അവിടെ നമുക്ക് ഏറ്റവും കുറവ് കാണുന്നത് പണ്ഡിതന്മാരെ ആയിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ തൗഹീദും സുന്നത്തും തിങ്ങി നിൽക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതകൾ ഒരുപാട് ഖുർആനിലുണ്ട്. അത് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ള മുഅ്മിനീങ്ങൾക്കുള്ള സ്ഥാനത്തെക്കാളും ഉന്നതമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. സൂറത്തുൽ മുജാദലയിൽ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിലുള്ള വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അതുപോലെ ഇൽമു ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പദവികൾ ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ
ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കാണാൻ സാധിക്കും, യർഫഉല്ലാഹുൽ മുഅ്മിനൽ ആലിമ അലൽ മുഅ്മിനി ഗൈറിൽ ആലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയായ പണ്ഡിതനെ ഒരു പണ്ഡിതനല്ലാത്ത വിശ്വാസിയെക്കാളും അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരേ പദവിയിലല്ല. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള പാണ്ഡിത്യമില്ലാത്ത ഇൽമില്ലാത്ത സാധാരണ മുഅ്മിനേക്കാളും അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് ദറജാത്തുകൾ, പദവികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അവർക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ഥാനം നൽകുന്നുണ്ട്. അവരുടെ നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബികൾ മുതൽ ഇങ്ങോട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ആളുകൾ എന്നും ഓർക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി കാരുണ്യം അല്ലാഹു തആലയോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹു ദുനിയാവിൽ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഓരോ പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് വളരെ കൃത്യമായി മനസ്സിലാകും. നമ്മൾ ഇമാം ബുഖാരി, ഇബ്നു തൈമിയ പോലെയുള്ള പേരുകൾ പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നാം ഈ കേൾക്കുന്നത് പോലെ ആളുകൾ സർവം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നില്ല. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും അധികം ആളുകളിൽ നിന്നും ആക്ഷേപവും പ്രയാസവും അദ്ദേഹത്തിന് മാനസികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. പക്ഷേ അദ്ദേഹം ദീനിന്റെ വലിയ സേവനം ചെയ്ത ആലിമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അദ്ദേഹത്തിന്റെ പേരുയർത്തി, യശസ്സുയർത്തി. ആളുകൾ ഒരു ദിവസം പോലും ഒരു നാട്ടിൽ പോലും ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ പേര് പറയാത്തതായിട്ടുണ്ടാവുകയില്ല. അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തതായിട്ടുണ്ടാവുകയില്ല. അത്രയും വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നാളെ പരലോകത്താകട്ടെ വലിയ വലിയ ഉന്നതമായ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, അൽ ഉലമാഉ ഫൗഖൽ മുഅ്മിനീന 100 ദർജ. ഉലമാക്കൾ മുഅ്മിനീങ്ങളെക്കാൾ 100 പദവി മുകളിലാണ്. ഒരു 2 പദവികൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100 വർഷം വഴിദൂരമാണ്. അങ്ങനെയുള്ള 100 ദറജകൾക്ക് മുകളിലായിരിക്കും പണ്ഡിതന്മാരുണ്ടാകുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു തആല അതുപോലെ ഖുർആനിൽ പറഞ്ഞു, സൂറത്തു യൂസുഫിൽ 76-ാമത്തെ ആയത്തിൽ, നർഫഉ ദറജാതി മൻ നശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പദവികൾ ഉയർത്തുന്നതായിരിക്കും. മഹാനായ സെയ്ദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ബിൽ ഇൽം. ഇൽമ കൊണ്ടാണ് അല്ലാഹു പദവികൾ ഉയർത്തുന്നത്, സമ്പത്ത് കൊണ്ടല്ല. ഒരാൾക്ക് കൂടുതൽ സമ്പത്ത് നൽകി എന്നുള്ളത് അല്ലാഹു അയാളെ പ്രത്യേകം ആദരിച്ചു എന്നോ അയാൾക്ക് പ്രത്യേകം സ്ഥാനം നൽകിയെന്നോ അറിയിക്കുന്നതായി യാതൊരു കാര്യവുമില്ല. കാരണം സമ്പത്ത് ഒരു പരീക്ഷണം മാത്രമാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമ കൊണ്ട് ഒരാൾ ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആദരവിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ നിശ്ചയിച്ചിട്ടുള്ളത്. നോക്കൂ, അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഹദീസുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കി നൽകുന്നതാണ്. വ ഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ റിദൻ ലിതാലിബിൽ ഇൽം. അല്ലാഹുവിന്റെ അറിവ് അന്വേഷിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വ ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർളി ഹത്തൽ ഹീതാനു ഫിൽ മാ. അല്ലാഹുവിന്റെ ദീൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ, അവർക്ക് ആകാശഭൂമികളിലുള്ള മുഴുവൻ പടപ്പുകളും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കും. എന്നിട്ട് ഒന്നും കുറഞ്ഞു പോകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഹത്തൽ ഹീതാനു ഫിൽ മാ. നിങ്ങൾ വെള്ളക്കെട്ടുകളിൽ ചെറു മത്സ്യങ്ങളെ കാണാറില്ലേ? ആ മത്സ്യങ്ങൾ പോലും ആലിമീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്. നിങ്ങൾക്ക് ആലിമിന് ഒരു ഇബാദത്ത് ചെയ്യുന്ന, ഒരു സാധാരണക്കാരനല്ല, ഇബാദത്ത് ചെയ്യുന്ന, നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ, പക്ഷെ വലിയ ഇൽമില്ല, അങ്ങനെയുള്ള ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാൾ ഒരു ആലിമിനുള്ള സ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ മറ്റുള്ള
നക്ഷത്രത്തെക്കാളും തിളങ്ങുന്ന രൂപത്തിൽ അതിനൊരു മാറ്റം കാണുന്നില്ലേ? അതുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, തീർച്ചയായും പണ്ഡിതന്മാരെന്നുള്ളത് അംബിയാക്കളുടെ അനന്തരം സ്വീകരിച്ചവരാണ്. ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, തീർച്ചയായും പണ്ഡിതന്മാർ, തീർച്ചയായും നബിമാര് മരിച്ചു പോകുമ്പോ അവരുടെ സമ്പത്ത് കൊണ്ടും അവരുടെ തലമുറക്ക് മാറ്റിവെക്കാറില്ല. അമ്പിയാക്കൾക്ക് അങ്ങനെയില്ല. മറിച്ച് ഇന്നമ വറസുൽ ഇൽം, അവർ അനന്തരം വെച്ചിട്ടുള്ളത് ഇൽമാണ്. ഫമൻ അഖദ ബിഹി ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിർ. അതുകൊണ്ട് ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിക്കുന്നത്, അവിടുന്ന് ബാക്കി വെച്ച കാര്യങ്ങൾ പഠിക്കുന്നത്, അവർക്കാണ് വലിയ ഓഹരി ലഭിച്ചിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, അമ്പിയാക്കള് അത് അവരുടെ അനന്തരാവകാശികളാണ് യഥാർത്ഥത്തിൽ ഉലമാക്കൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്ര വലിയ സ്ഥാനമുണ്ട്, അത്ര വലിയ സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ദീനിനു അത് പ്രചരിപ്പിക്കാനുള്ള, ഈ ദീനിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെയാണ് നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവരാണ് നമ്മൾ കേട്ട് കഴിഞ്ഞു. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് അൽ ഉലമാ എന്നാണ്. ഉലമാ എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. യഥാർത്ഥ വിജ്ഞാനം പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ആലിം എന്ന് പറയുക. ആലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ പഠിച്ച കാര്യം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ്. ഒരാൾ പഠിച്ച കാര്യം ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അവനെ ആലിം എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരുപാട് ഡാറ്റാബേസ് തലയിലേക്ക് കയറ്റി വെക്കുക എന്നുള്ളതല്ല. ഒരുപാട് കാര്യങ്ങൾ ഹിഫ്ളാക്കി തലയിലുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ അവൻ ആലിം എന്ന് പറയുകയില്ല. മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരാൾ പഠിച്ച കാര്യം ജീവിതത്തിൽ പകർത്താത്തിടത്തോളം കാലം അവൻ ആലിമല്ല, അവൻ ജാഹിലാണ്. അവൻ ജാഹിലായിട്ട് തന്നെ തുടരും. എപ്പോഴാണോ പഠിച്ചത് അവൻ ജീവിതത്തിൽ പകർത്തുന്നത്, അപ്പോഴവൻ ആലിമായി തീരുക എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നവരാണ് അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് എന്നാണ്. കാരണം അവരാണ് അള്ളാഹു തആലയെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയത്. അള്ളാഹുവിനെ എങ്ങനെയാണ് ഭയപ്പെടേണ്ടത്, അള്ളാഹുവിന്റെ ദീനിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച് അത് ആഴത്തിൽ മനസ്സിലാക്കി മാറിയിരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അവരുടെ ഹൃദയങ്ങൾ വർങ്ങലിക്കുന്നത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നന്നായി പഠിച്ചവർക്കാണ്, അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കിയവർക്കാണ്. അല്ലാത്തവർക്കുള്ള പേടി ഉണ്ടാകുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർക്കുണ്ടാവുക. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അവർക്കുള്ള തസ്കിയത്താണ്, അവർക്കുള്ള സർട്ടിഫിക്കറ്റാണ്. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് ആരാണ്? അത് അള്ളാഹുവിന്റെ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ് എന്ന് പറയാം. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ളവർ അത് അമ്പിയാക്കൾ, നബിമാർ, അത് പണ്ഡിതന്മാർ തന്നെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് 2 ആയത്തുകളിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തതാണ്. അതിൽ നിന്നും അതിന്റെ ഹുക്മ് അവർ എടുത്തതാണ്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത്? ഇന്നമാ യഖ്ശാ മിൻ ഇബാദിഹി അൽ ഉലമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാണ്. അതുപോലെ സൂറത്തുൽ ബയ്യിനയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാണ് ഏറ്റവും നല്ല പടപ്പുകളുടെ കൂട്ടത്തിൽ ഖൈറായിട്ടുള്ള ആളുകൾ. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, ഈ പറയുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ച് സ്വർഗ്ഗത്തിൽ താഴ്ഭാഗത്ത് നദികൾ ഒഴുകുന്ന സ്വർഗമുണ്ട്, അവിടെ ശാശ്വത വാസികളാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറദു അൻഹും വറദു അൻഹു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതാർക്കാണ് ലഭിക്കുക? ദാലിക ലിമൻ ഖശിയ റബ്ബഹ, ദാലിക ലിമൻ ഖശിയ റബ്ബഹ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് എന്നാണ്. തൊട്ടുമുകളിൽ ഞാൻ നമ്മൾ പറഞ്ഞ ആയത്തിൽ പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരാണ്. അപ്പൊ ഈ പണ്ഡിതന്മാരെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉലൈക ഹും ഖൈറുൽ ബരിയ, പടപ്പുകളുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞതായി പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിനെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു നാട്ടിൽ ഏറ്റവും നന്നായിട്ടുള്ളവർ അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും നന്നായി പഠിച്ചവരാണ്. അള്ളാഹുവിന്റെ ദീൻ ഒരാൾക്ക് എത്രത്തോളം ആഴത്തിൽ വിജ്ഞാനമുണ്ടോ, അള്ളാഹുവിനെ എത്രത്തോളം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അള്ളാഹുവിന്റെ കിതാബിൽ എത്രത്തോളം അയാൾക്ക് അറിവുണ്ടോ, അത്രയും അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവരായിരിക്കും. ഇനി നോക്കൂ, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമ്പിയാക്കൾ എന്ന് പണ്ഡിതന്മാരെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയകളാണ്. അല്ലാഹു പ്രത്യേകമായ സഹായം നൽകുന്നതായ ആളുകളാണ് ഔലിയാക്കൾ. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ അല്ലാഹുവിന്റെ സഹായം നൽകുന്നതായിരിക്കും.
അത് പണ്ഡിതന്മാരാണ് എന്നാണ്. നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, യുദ്ധത്തിന് ഞാനിതാ വിളംബരം ചെയ്തിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി, എന്നിലേക്ക് ഒരാൾക്ക് അടുക്കാൻ അവൻ സാധിക്കുകയില്ല അവൻ ഫർളുകൾ ചെയ്തിട്ടല്ലാതെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫർളുകൾ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് എന്നിലേക്ക് അടുക്കാൻ സാധിക്കുക. അങ്ങനെ ഫർളുകളൊക്കെ ചെയ്താൽ ഒരാൾ അല്ലാഹുവിനോട് കൂടുതൽ അടുക്കും. എന്നിട്ട് പറഞ്ഞു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ, അങ്ങനെ എന്റെ അടിമകൾ ഫർളിന് പുറമെ സുന്നത്തുകളും ഒരുപാട് ചെയ്യും. അങ്ങനെ ചെയ്ത് ഹത്താ ഉഹിബ്ബ, അവൻ ഞാൻ പ്രത്യേകമായി ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തും. ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സുറു ബിഹി വയദഹു അല്ലദീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലദീ യംശി ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവന്റെ ചെവിയാകും, ഞാൻ എന്റെ കേൾവിയാകും, ഞാൻ അവന്റെ കാഴ്ചയാകും, ഞാൻ എന്റെ കൈയായി മാറും, അവൻ നടക്കുന്ന കാലായി ഞാൻ മാറും. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രത്യേകമായ സംരക്ഷണം അവൻ ലഭിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്തതായ കാഴ്ചകൾ അവൻ കാണുകയില്ല, അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത കേൾവികൾ അവൻ കേൾക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ അവന്റെ കരങ്ങൾ സ്പർശിക്കുകയുള്ളൂ, അവന്റെ കാലുകൾ അതിലേക്ക് മാത്രമേ നടന്നു നീങ്ങുകയുള്ളൂ. ഇങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അവർക്ക് നൽകിയ പ്രത്യേകമായ കാര്യം, വഇൻ സഅലനി ലഉഅതിയന്നഹു, അവർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവർക്ക് നൽകുന്നതാണ്. അഥവാ ഔലിയാക്കൾ ആരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ഈ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. ഔലിയാക്കൾ ആരോടാണ് ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. ഔലിയാക്കൾക്ക് പോലും അള്ളാഹിനോടെ ചോദിക്കാൻ പറ്റുള്ളൂ. അത്ര വലിയ സ്ഥാനത്തെത്തി എന്നുള്ളത് കൊണ്ട് ഒരാൾക്കും സ്വയം പര്യാപ്തത ലഭിക്കുകയില്ല. വഇൻ സഅലനി ലഉഅതിയന്നഹു, അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് നൽകും. വലഇൻ ഇസ്തആദ ബി ലഉഈദന്നഹു, അവരെന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവർക്ക് രക്ഷ നൽകും. രക്ഷ തേടേണ്ടതും ഒക്കെ അല്ലാഹു തആലയോടാണ് എന്ന് ഈ ഹദീസിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ അയിമ്മത്തുകൾ അബൂ ഹനീഫ റഹിമഹുല്ല, അതുപോലെ ഇമാം ശാഫിഈ റഹിമഹുല്ല, ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും, ഇല്ലം യകുനിൽ ഫുഖഹാഉ ഔലിയാഉല്ലാഹ് ഫലൈസ ലില്ലാഹി വലിയ്യുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വലിയകളായിട്ട് ഫുഖഹാക്കളല്ല എങ്കിൽ പിന്നെ അള്ളാഹുവിന് വേറെ വലിയുണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. അതോ ഈ ഹദീസിൽ പറഞ്ഞ ഏറ്റവും വലിയ വലിയകൾ എന്ന് പറയുന്നത് ആരാണ്? ദീൻ ഏറ്റവും നന്നായി പഠിച്ച പണ്ഡിതന്മാരാണ്. അവരാണ് ഈ ദീനിലെ ഏറ്റവും വലിയ വലിയകൾ. അവർ വലിയകൾ അല്ലെങ്കിൽ പിന്നെ വേറെ വലിയകളില്ല എന്നാണ് പറഞ്ഞത്. ഇമാം ഇക്രീം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇയ്യാകും അൻ തുഅദു അഹദൻ മിനൽ ഉലമാ, നിങ്ങൾ പണ്ഡിതന്മാരെ ഉപദ്രവിക്കുന്നത് ശ്രദ്ധിക്കണം. ഫഇന്ന മൻ ആദാ ആലിമൻ ഫഖദ് ആദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരു പണ്ഡിതനെ ഉപദ്രവിച്ചാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചൻ പോലെയാണ് എന്ന് വളരെ കൃത്യമായി പറയാം. ഫൻ ആദാ ലി വലിയൻ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കണം, എന്റെ വലിയനോട് ശത്രുത പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത് വരുന്ന വലി അള്ളാഹുവിന്റെ ദീനിലെ പണ്ഡിതന്മാരാണ്. അള്ളാഹുവിന്റെ ഒരു വലി ഒരു ആലിമായിരിക്കും, ഒരു പണ്ഡിതനായിരിക്കും. ഒരാൾ ഒരു അള്ളാഹുവിന്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് പറയുന്നത് പോലെയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും വിജ്ഞാനമുള്ള ഒരു പണ്ഡിതനോട് ആരാണോ ശത്രുത കാണിക്കുന്നത് അവനെതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരോട് അവരോട് ശത്രുത കാണിക്കുക, അവരെ ബഹുമാനിക്കാതിരിക്കുക, അവരുടെ ഇൽമിനെ വില കുറച്ച് കാണുക, അവരുടെ കൃത്യമായി അവരിലേക്ക് സമീപിക്കേണ്ടതുപോലെ സമീപിക്കാതിരിക്കുക എന്നുള്ളതെല്ലാം സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നുണ്ട്, അള്ളാഹു ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വതിൽകൽ അംസാൽ, ഈ പറയുന്ന ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ, നദ്രിബുഹാ ലിന്നാസ്, ജനങ്ങൾക്ക് ഞാൻ ഉപമയായി പറഞ്ഞു കൊടുത്തത്, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, ആലിമീങ്ങൾക്കല്ലാതെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ്. ഖുർആനിന്റെ യഥാർത്ഥ ആശയങ്ങൾ നന്നായി ഗ്രഹിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിൽ നല്ല വിജ്ഞാനം ഉണ്ടാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കൃത്യമായ ഉസൂലുകളും അതിന്റെ അടിസ്ഥാനങ്ങളും അതിൽ മനസ്സിലാക്കേണ്ടതുപോലെയുള്ള മുൻഗാമികളുടെ അറിവുകളുമെല്ലാം ആരാണ് സ്വായത്തമാക്കുന്നത്? അവർക്കാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്വഹാബികളിൽ തന്നെ ആ അറിവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആയത്തുകൾ ഓതിയപ്പോൾ
ഇവിടെ ചില ആളുകൾ കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ഈ ആയത്ത് ഓതിയപ്പോൾ സ്വഹാബി കരയാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു ബാക്കിയുള്ളവർക്ക് മനസ്സിലായി എന്താണ് അദ്ദേഹം ഇങ്ങനെ കരയുന്നത്. കാരണം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും വിജയം വന്നാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിന്റെ ദീനിൽ കൂട്ടം കൂട്ടമായി ആളുകൾ പ്രവേശിക്കുന്നത് വന്നാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ, നിന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക, അവനെ പുകഴ്ത്തുക, വാഴ്ത്തുക. അല്ലാഹു അങ്ങേയറ്റം പാപമോചനം സ്വീകരിക്കുന്നവനാണ്. സ്വഹാബിക്ക് കരച്ചിൽ വന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജലിനെ അറിയിക്കുന്നതാണ്, അവിടുത്തെ മരണം എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. കാരണം അവിടുത്തെ ദൗത്യം അത് പൂർത്തിയായിട്ടുണ്ട്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, ആളുകൾ കൂട്ടം കൂട്ടമായി വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ സഹായം വന്നു. ഇനി ഇത് അവസാനം മരണത്തിലേക്ക് പോകുകയാണ്. ഇസ്തിഗ്ഫാറും അല്ലാഹുവിന്റെ തസ്ബീഹും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകുകയാണ്. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇങ്ങനെ ദീനിന്റെ ആഴത്തിലുള്ള അറിവുകൾ സഹോദരങ്ങളെ അത് പണ്ഡിതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിരിക്കും. അവർക്കതിന് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു തരാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് അറിയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ചിലതാണ് സഹോദരങ്ങളെ നിങ്ങളെ കേൾപ്പിച്ചത്. അതുപോലെ നമുക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതായി ഉണ്ടായാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അവർക്ക് പരിഹാരമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തതായ ഇൽമില്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ ഇൽമുള്ള ആളുകളിലേക്ക് മടക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. നമ്മുടെ മുൻഗാമികൾ ഇത് വളരെ കൃത്യമായി അവരുടെ ജീവിതത്തിൽ പാലിച്ചത് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ അദ്ദേഹം വളരെ കൃത്യമായി ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അഥവാ നമ്മൾ പ്രസിദ്ധമായി നമ്മൾ കേട്ടിട്ടുള്ള ഹദീസു ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വരികയും അങ്ങനെ ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് നബിയോട് എന്താണ് ഇസ്ലാം കാര്യങ്ങൾ, എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്നെല്ലാം ചോദിക്കുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അദ്ദേഹത്തിന്റെ തനത് ശൈലി പോലെ ആ ഹദീസിന്റെ അതിന്റെ കൃത്യമായിട്ടുള്ള ആ സനത്, അതിലും വല്ല ഖിസ്സയും ഒക്കെ ഉണ്ടെങ്കിൽ, ചരിത്രമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ ഒരു ശൈലിയാണ്. അദ്ദേഹം വളരെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള പശ്ചാത്തലം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അതില് യഹ്യ ഇബ്നു യഅ്മർ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നതായിട്ട് യഹ്യ ഇബ്നു യഅ്മർ എന്ന് പറയുന്നത് താബിഈയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കാന അവ്വലു മൻ ഖാല ഫിൽ ഖദ്രി ബിൽ ബസ്റ മഅബ്ദുൽ ജുഹ്നി. ബസ്റയിൽ ആദ്യമായി ഖദറിനെ കുറിച്ച് അഥവാ ഖദരിയാക്കൾ ഉണ്ടായി. കാര്യങ്ങളൊന്നും അള്ളാഹു നേരത്തെ തീരുമാനിച്ചതല്ല, എല്ലാം കാര്യങ്ങളും അപ്പപ്പോ ഉണ്ടാകുന്നതാണ് എന്ന് വാദിക്കുന്ന, അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന ഖദരിയാക്കൾ ഉടലെടുത്തു. മഅബ്ദുൽ ജുഹ്നി എന്നാണ് അത്തരത്തിൽ ഏറ്റവും വലിയ പിഴച്ച ഖദറിന്റെ വിഷയത്തിൽ പിഴച്ചുപോയ ഒരാളുടെ പേര്. അപ്പൊ അയാളുടെ വാദവുമായി വന്നു. അപ്പൊ ഫന്തലത്തു അന വ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹിമ്യരി ഹാജൈനി മുഅ്തമിരീൻ. അപ്പൊ ഞാനും അബ്ദുറഹ്മാൻ അൽ ഹിമ്യരി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും മറ്റൊരു താബിഈ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. എന്തിനാണ് പുറപ്പെട്ടത്? അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് അവിടെ വെച്ച് കാണണം, മക്കയിൽ വെച്ച് കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരോട് കാര്യങ്ങൾ ചോദിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കണം, താബിഈങ്ങളായ ആളുകളാണ്, എത്ര വലിയ പണ്ഡിതന്മാരായിരിക്കും. ഖൈറുൽ ഉമ്മയിൽപ്പെട്ട, ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറിൽപ്പെട്ട ആളുകളിൽപ്പെട്ടതാണ്. എന്നിട്ട് പോലും അവർക്കൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ, അവർക്കിടയിൽ ഒരു ഫിത്ന അവിടെ ഇറങ്ങിയപ്പോൾ, ആളുകൾക്കിടയിൽ ഒരാൾ സംശയമായി വന്നപ്പോൾ അവർ പണ്ഡിതന്മാരെ തേടി നാടുകൾ പോകുകയാണ്, നാടുകൾ തേടി പോവുകയാണ്, സഹാബികളുടെ അടുക്കലേക്ക് പോവുകയാണ്. കാരണം അന്ന് ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പണ്ഡിതന്മാർ സഹാബികളാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഫൗഫിഖ ലനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിൻ ഖത്താബ് ദാഖിലൽ മസ്ജിദ്. അതാ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി. നമ്മൾ അവിടെ എത്തിയപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അതാ മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചുറ്റും നിന്നു, ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഇവർക്ക് നാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതിന് ചരിത്രത്തിൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവർ നല്ല പഠിക്കുന്നവരൊക്കെയാണ്. ഇന്നഹു ഖദ് ലഹറ ഖിബ്ലനാ നാസുൻ യഖറഊനൽ ഖുർആൻ
നമ്മുടെ കൂട്ടത്തിൽ ഇതാ കുറച്ച് ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇൽമിന് വേണ്ടി ഇങ്ങനെ മരുഭൂമികൾ താണ്ടുന്ന ആളുകളാണ്, ഇൽമിന് വേണ്ടി അന്വേഷിച്ചു പോകുന്നവരാണ്. വദക്കറ മിൻ ശഅനിഹിം, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവർക്ക് എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വഅന്നഹും യസ്അമൂന അൻ ലാ ഖദർ വഅന്നൽ അംറ ഉനുഫ്. അവർ പറയുന്നത് ഖദർ എന്ന് പറയുന്ന സംഭവം ഇല്ല, കാര്യങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടയുടൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും വഅന്നഹും ബുറാഉ മിന്നി. ഇതാ അള്ളാഹു, നിങ്ങൾ അവർ തിരിച്ചുപോയി അവരെ കണ്ടുമുട്ടുകയാണ്, നിങ്ങൾ പറയണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ വാദവുമായി വരുന്ന ആളുകളോട് യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായി ബന്ധവുമില്ല. വല്ലദി യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആരുടെ പേരിലാണോ സത്യം ചെയ്യുന്നത് അവൻ തന്നെ സത്യം, അള്ളാഹു തന്നെ സത്യം. ലൗ അന്ന ലി അഹദിഹിം മിസ്ലു ഉഹദിൻ ദഹബ ഫഅൻഫഖഹു മാ ഖബല അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അവരിൽ ഒരാൾക്ക് ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടായിട്ട് അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഖദറിൽ വിശ്വസിക്കുന്നതോളം അവരെ സ്വീകരിക്കുകയില്ല, അത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് സുമ്മ ഖാല ഹദ്ദസനി അബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ആ പ്രസിദ്ധമായ ഹദീസ് ജിബ്രീൽ പറയുന്നു. കാരണം ആ ഹദീസ് ജിബ്രീലിന്റെ അവസാനത്തിൽ ഈമാൻ കാര്യങ്ങൾ പറയുമ്പോൾ എന്തുണ്ട്, വഅൻ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വശർരിഹി, ആ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഹദീസ് മുഴുവൻ അവിടെ ഉദ്ധരിക്കുകയാണ്. നോക്കൂ, ഇവിടെ നമ്മുടെ പാഠം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അങ്ങനെ പണ്ഡിതന്മാരെ നമ്മൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയില്ല, നമുക്ക് തന്നെ ഖുർആൻ എടുത്ത് നോക്കിയാൽ പോരെ ഏത് പണ്ഡിതൻ, നമ്മൾ ഖുർആനും ഹദീസൊക്കെ നമ്മുടെ കയ്യിലില്ലേ, ഏത് പണ്ഡിതനാണ് അവിടെ ഉള്ളത് എന്നതല്ല അവർ തീരുമാനിച്ചത്. സ്വഹാബികളുടെ അടുക്കലേക്ക് തേടി പോകുകയാണ്. എന്തുകൊണ്ടാണത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണത്. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയിൽപ്പെട്ട കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കലാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, അല്ലയോ മുഅ്മിനീങ്ങൾ, അല്ലാഹുവിൽ മധ്യതലത്തിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. പിന്നെ എന്തിനാ മൂന്നാമത് വ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞത്? അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക, ഖുർആനും സുന്നത്തും മാത്രം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാണ് മൂന്നാമതൊരു കാര്യം? അതിന് പ്രസക്തമല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമോ? നഊദു ബില്ലാഹ് വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെ അനുസരിക്കുവിൻ. ആരാണ് കൈകാര്യകർത്താക്കൾ? വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട് ഖാല അലി ഇബ്നു അബി ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് വ ഉലിൽ അംരി മിൻകും. ഉലിൽ അംരി മിൻകും എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അലി ഇബ്നു അബി ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് യഅനി അഹ്ലുൽ ഫിഖ്ഹി വദ്ദീൻ, ദീനിൽ അവഗാഹമുള്ള വിജ്ഞാനമുള്ള പണ്ഡിതന്മാരാണത് എന്നാണ് പറയുന്നത്. അല്ലാഹു തആലയുടെ കൽപ്പനയാണ് നിങ്ങൾ പണ്ഡിതന്മാരെ അനുസരിക്കണം എന്നുള്ളത്. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. എപ്പോഴാണത്? അവർ ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് പറയുമ്പോഴാണ്. അവരെങ്ങാനും ഖുർആനും സുന്നത്തിനും എതിരായിട്ടാണ് പറയുന്നത് എങ്കിൽ അവരനുസരിക്കേണ്ടതില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ നിലപാടുകളിൽ വളരെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു സ്ഥാനവുമില്ല. ഏതായി കിബാറുൽ ഉലമ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നിട്ടില്ല. ഏതായി കിബാർ, ഏതായി പണ്ഡിതൻ എന്നാണ് ചില ആളുകൾ ആക്രോശിക്കുന്നത്. അത് പണ്ഡിതന്മാർക്കൊന്നും അങ്ങനെ വലിയ വിലയൊന്നുമില്ല, ഇതൊക്കെ നമ്മളില്ലേ ഇവിടെ എന്നാണ്. നമ്മൾ തന്നെ ഇവിടെ ഇല്ലേ ഇതൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? നമുക്കിപ്പോ ഖുർആനൊക്കെ ഹദീസൊക്കെ നോക്കിയാൽ മതിയോ? അപ്പൊ ഈ ആളുകൾ സാധാരണക്കാരിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ധ്വനിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചില ആളുകൾ അവർക്ക് എല്ലാത്തിനും പണ്ഡിതന്മാരാണ്. അങ്ങനെ ഖുർആനും ഹദീസാണല്ലോ, അപ്പൊ ആളുകൾക്ക് എല്ലാവർക്കും ഖുർആനിന്റെയും നമ്മുടെ മസ്ദറു തലഖി ഖുർആനും ഹദീസുമാണ്, അതിൽ ആർക്കും തർക്കമില്ല. ഖുർആനും സഹീഹായ ഹദീസുകളുമാണ് നമ്മുടെ പ്രമാണം എന്നുള്ളത് ആർക്കും തർക്കമില്ല. പക്ഷെ ചില ആളുകൾക്ക് വസ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ, തശ്വീഷ് ഉണ്ടാക്കി കൊടുക്കാൻ. കാരണം ഖുർആനും ഹദീസ് പണ്ഡിതന്മാരിലേക്ക് മടങ്ങണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് പണ്ഡിതന്മാർ? ഖുർആനും ഹദീസും നമുക്കില്ലേ? ഏതായി പണ്ഡിതന്മാർ? അഥവാ ആളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കുന്ന ഇവർ ഖുർആനും ഹദീസൊക്കെ ഒഴിവാക്കിയിട്ട് ഖുർആനും ഹദീസിനും എതിരായി പണ്ഡിതന്മാർ പറയുമ്പോൾ ഇവർ അതിനെയൊക്കെ സ്വീകരിക്കുകയാണ് എന്ന ധ്വനി ആളുകൾ ഉണ്ടാക്കുകയാണ്. സഹോദരങ്ങൾ, അങ്ങനെ ഒരാളും പറയുന്നില്ല. മറിച്ച് ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകത്തുള്ള ഏറ്റവും വലിയ വലിയ പണ്ഡിതന്മാർ, അവരാണ് കിബാറുൽ ഉലമ, ഉലമാക്കളുടെ കൂട്ടത്തിൽ കിബാറുകളെ ഇൽമു കൊണ്ടും പരിചയ സമ്പത്ത് കൊണ്ടും പ്രായം കൊണ്ടും തലമുതിർന്ന പണ്ഡിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി ഭയപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവർ, ആ ആളുകളോട് കാര്യങ്ങൾ ചോദിക്കുക. ഇത് അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. അതല്ലാതെ ഖുർആനിനെയും സുന്നത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് പണ്ഡിത വാചകങ്ങൾ ഖുർആനും സുന്നത്തും പോലെ കാണണം എന്നിവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ പറയാതെ പറയുന്നു അങ്ങനെ പണ്ഡിതന്മാരുടെ ഒന്നും ആവശ്യമില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഈ മുസ്ലിം ഉമ്മത്തിനിടയിലുള്ള ഫിത്നകളെയും പ്രശ്നങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി തന്നെ പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ഈ ആയത്ത് അവർ നടപ്പിൽ വരുത്താത്തത് കൊണ്ടാണ്. ഫസ്അലു അഹ്ല സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അറിവുള്ളവരിലേക്ക് മടക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ കൽപ്പന അവർ പാലിക്കുന്നില്ല എന്നാണ്. അങ്ങനെ പാലിക്കുമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കും കാര്യങ്ങൾ. ഒന്നുകൂടി നേരെ പറയുകയാണെങ്കിൽ സഹോദരങ്ങൾ, ഇവിടെയുള്ള സലഫിയത്തുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഇവിടെ സംഘടനയായി പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ ആയി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് അവരോട് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സമ്മേളനങ്ങൾക്കും മറ്റുമൊക്കെ ഒരു അലങ്കാരമായി സൗദി അറേബ്യയിൽ നിന്നും മറ്റുമൊക്കെ പണ്ഡിതന്മാരെ കൊണ്ടുവരാറുണ്ടല്ലോ. ഈ പണ്ഡിതന്മാരോട് നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങൾ ഇന്ന ആളുകളൊക്കെ ഈ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മടക്കാൻ സാധിക്കുന്നില്ല? അങ്ങനെ മടക്കിക്കൊണ്ട് ആ പണ്ഡിതന്മാർ പറയുന്ന അറിവുള്ള പണ്ഡിതന്മാർ പറയുന്നത് കൃത്യമായി സ്വീകരിക്കുകയാണ് എങ്കിൽ എത്ര മനോഹരമായിരുന്നു. എന്നാൽ പണ്ഡിതന്മാരെ തരം താഴ്ത്തി കെട്ടുന്ന ആളുകൾ പല ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതാദ്യമായി പറഞ്ഞിട്ടുള്ളത് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, ലോകത്ത് പണ്ഡിതന്മാരെ തള്ളിക്കൊണ്ട് അവരെല്ലാം പണ്ഡിതന്മാരെല്ലാം ഹൈലിന്റെയും നിഫാസിന്റെയും പണ്ഡിതന്മാരാണ്. ഉലമാ ഹൈലിൻ വ നിഫാസ്. അവരിങ്ങനെ ഫിഖ്ഹിന്റെ ഗ്രന്ഥമൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴാണ് ഹൈലുണ്ടാവുക, നിസ്കരിക്കാൻ പറ്റൂലേ, ഇതൊക്കെ മാത്രമേ പറയാം. നമുക്ക് ഫിഖ്ഹുൽ വാഖിഅ ഇല്ല. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ അവർക്കില്ല. രാഷ്ട്രീയമായ അവബോധങ്ങൾ പണ്ഡിതന്മാർക്കില്ല. അതൊക്കെ നമ്മൾ വേറെ പറയണം. പണ്ഡിതന്മാരോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അവർക്ക് സാഹചര്യങ്ങൾ മനസ്സിലാവില്ല, അവർക്ക് നാടുകളെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ അവഹേളിച്ച് ആരംഭിച്ചത് ഇഖ്വാനുൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളാണ്. പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്. അവരാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ പല നിലക്ക് ആക്ഷേപിക്കും. അങ്ങനെ ആളുകളെ പണ്ഡിതന്മാരിൽ നിന്നും എന്ത് ചെയ്തു? ആദ്യം വേർപ്പെടുത്തി. എന്നിട്ട് ഇങ്ങനെ മുഫക്കിരീങ്ങളായി ഇങ്ങനെ ചിന്തിക്കുന്ന അവരുടേതായ ചിന്തകൾ ആളുകളിലേക്ക് എത്തിക്കുന്നതായ കുറെ വിജ്ഞാനങ്ങൾ ഒരുക്കി പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാകും. ഇവരെന്ത് ചെയ്തു? ഇവർ ജനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ. ഇതാണ് സയ്യിദ് കുത്തുബിനെ പോലെയുള്ള ദലാലത്തിന്റെ പണ്ഡിതന്മാർ ഈജിപ്തും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ പല മുസ്ലിം രാജ്യങ്ങളിലും നടത്തി വന്നത് അതാണ്. അതായത് ആദ്യം തന്നെ എന്ത് ചെയ്തു? ഉലമാക്കളെ കുറിച്ച് മോശം കാര്യങ്ങൾ, ചിത്രങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു. സൗദി അറേബ്യയിലേക്കുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അത് കൊട്ടാരം പണ്ഡിതന്മാരാണ്. അവരിങ്ങനെ ജൂത ഏജന്റ് അല്ല, അവിടെ ആലു സൗദ് ഇങ്ങനെ ജൂതന്മാരെന്നൊക്കെ പൈസ വാങ്ങിയിട്ട് അങ്ങനെ അവിടെ മുടിക്കുകയല്ലേ, ഇസ്ലാമിനെ തകർക്കുകയല്ലേ, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ, നട്ടാൽ മുളക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് യാതൊരു തെളിവുമില്ലാതെ അതിനെന്തും പണ്ഡിതന്മാർ ഇന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടുക, അങ്ങനെ അവഹേളിക്കുന്ന രൂപത്തിൽ എല്ലാ നിലക്കും പ്രചരിപ്പിച്ച ആളുകൾക്ക് ആദ്യം ഒരു പിക്ചർ ഉണ്ടാക്കി. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊള്ളൂല, അവരങ്ങനെ വെറുതെ അങ്ങനെ കാണിക്കുക, അവരെ താടിയൊന്നും നോക്കണ്ട, അവരെ കോലം നോക്കണ്ട, അവരങ്ങനെ ദീനൊന്നും വലിയ ആൾക്കാരല്ല. അവര് യഥാർത്ഥത്തിൽ ഈ പണ്ഡിതന്മാരൊക്കെ അങ്ങനത്തെ ആളുകളാണ്. ഇതാണ് യഥാർത്ഥ സഹോദരങ്ങൾ. അവരുടെ എഴുത്തുകളിലൂടെയും സംസാരങ്ങളിലൂടെയും പണ്ഡിതന്മാരെ കുറിച്ച് വില കുറച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ അവർക്ക് സെക്കൻഡ് സ്റ്റെപ്പാണ്. പിന്നെ ജനങ്ങൾ ആരുടെ കാര്യങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ ഈ ഞാനൊക്കെയാണ്, നമ്മ ഈ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നമ്മളൊക്കെയാണ് ഇനി പറഞ്ഞു തരിക. അങ്ങനെ അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മുൻഗാമികൾക്ക് പരിചയമില്ലാത്തതായ ആശയങ്ങൾ പറയാൻ തുടങ്ങി. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, അതല്ലെങ്കിൽ മുൻഗാമികൾ ചെറുത്തു തോൽപ്പിച്ച ബിദ്അത്തുകൾ അവർ വീണ്ടും പുനരാവിഷ്കരിക്കാൻ തുടങ്ങി. പണ്ട് ഖവാരിജുകൾ പറഞ്ഞ അതേ വാദങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി. എന്താണ് വാദങ്ങൾ? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന് മാത്രമേ ഭരിക്കാൻ അവകാശമുള്ളൂ, വിധിക്കാൻ അവകാശമുള്ളൂ. ഇത് ഖവാരിജുകൾ മുമ്പ് പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം തെറ്റല്ല. അലി റളിയല്ലാഹു പറഞ്ഞതുപോലെ അതിന്റെ അർത്ഥം ശരിയാണ്, പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്. നിങ്ങൾ ഉദ്ദേശം വേറെയാണ്. അള്ളാഹുവിന്റെ ദീന് അതല്ലാത്ത ദീനനുസരിച്ച്, അതല്ലെങ്കിൽ അതല്ലാത്ത കാര്യങ്ങൾ അനുസരിച്ച് എവിടെയെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്നവരൊക്കെ കാഫിരീങ്ങളാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ നിങ്ങളുടെ തന്ത്രമാണത്. ഇത് സഹോദരങ്ങളെ സയ്യിദ് കുത്തുബും സംഘവും അദ്ദേഹം ഈജിപ്തിൽ നിന്നും അങ്ങനെ മുസ്ലിമീങ്ങളായ പല രാജ്യങ്ങളിലേക്കും, സിറിയയിലേക്കും അതുപോലെ ലബനാനിലേക്കും ഇറാഖിലേക്കും ഇറാനിലേക്കും ഒക്കെ പ്രചരിപ്പിച്ച് അവിടെയുള്ള യുവാക്കളെയൊക്കെ ഉലമാക്കളിൽ നിന്ന് ബന്ധം ആദ്യമേ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത്തരം തെറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ഈ ഉലമാക്കൾക്കൊന്നും ഈ കാലഘട്ടമൊന്നും കാലത്തിന്റെ കാര്യമൊന്നും അറിയില്ല, ഇവിടുത്തെ സാഹചര്യമൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഫിത്നകളിലേക്ക് യുവാക്കൾ ഇറക്കി. അപ്പൊ യുവാക്കൾക്ക് ഉലമാക്കളുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ദീനിന്റെ ശത്രുക്കൾ ഉലമാക്കളാണ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്തേക്ക് ആളുകൾ എത്തി. അതുകൊണ്ട് ഫിത്നകൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഫിത്നകൾ അങ്ങനെ വ്യാപിച്ചു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത്. ആ അവസ്ഥയിലേക്ക് ഇവിടെയുള്ള യുവാക്കളെയും ജനങ്ങളെയും നിങ്ങൾ മാറ്റാതിരിക്കുക. മറിച്ച് പണ്ഡിതന്മാർ അവർ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഖുർആനും ഹദീസിനും എതിരാണെങ്കിൽ അവരെക്കാൾ നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ഏതേത് വിഷയമാകട്ടെ, ഇന്ന വിഷയമെന്ന് ഞാൻ പറയുന്നില്ല, ഏതേത് വിഷയമാകട്ടെ,
നിങ്ങൾക്ക് അവരോട് ചോദിക്കാമല്ലോ. ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും തീരെ തിരിയാത്തതായ ഒരവസ്ഥ ഈ കാലഘട്ടത്തിൽ തീരെയുമില്ല. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അർത്ഥവും യഥാർത്ഥത്തിലുള്ള അതിന്റെ മസലയും എന്തുകൊണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അതുകൊണ്ട് സഹോദരങ്ങൾ, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം പണ്ഡിതന്മാരോട് തന്നെ ചോദിക്കണം എന്നൊന്നും പറയുന്നില്ല. അല്ല, അങ്ങനെ ചില ആളുകളുണ്ട്. പണ്ഡിതന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക പണ്ഡിതന്മാരുണ്ട്. ഇന്ന ആൾക്കാരോട് മാത്രമേ ചോദിക്കാവൂ. കാരണം അത് അവരുടെ ഒരു കക്ഷിത്വത്തിന്റെ അടയാളമാണ്. അവർക്കൊരു പ്രത്യേക പണ്ഡിതന്മാരെ അവരെപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ടാവും. അവരോട് ചോദിച്ചാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതല്ലാത്തവരെയൊന്നും യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരായി കണക്കാക്കുന്നില്ല എന്നാണ് അവർ പറയാതെ പറയുന്നത്. പക്ഷെ നാവ് കൊണ്ടത് പറയാൻ ചിലപ്പോൾ പേടിയായിരിക്കും. പക്ഷെ അതാണ് അവരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ഫത്വ പറയാനോ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മറുപടി പറയാനോ ആളല്ല. അവര് ചില പണ്ഡിതന്മാരെ മാത്രം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. ഇപ്പൊ ഇവിടെയുള്ള ചില ആളുകൾ അവർക്ക് ഇങ്ങനെ യമനിൽ നിന്ന് മാത്രം വന്നാൽ മാത്രമേ അത് മാത്രം നമ്മൾ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിലെന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ശരി, അത് അവിടേക്ക് മടക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ വേറെ ചില ആൾക്കാർ എന്ത് അഭിപ്രായ വ്യത്യാസം അവർ 3-4 പണ്ഡിതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടാകും. പേരുകളൊന്നും പറയുന്നില്ല. ഇന്ന ആളുകളൊക്കെയാണ്. അവരോടാണ് ചോദിക്കേണ്ടത്. അവർ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് വേറെ ലോകത്ത് പണ്ഡിതന്മാരില്ല എന്ന രൂപത്തിൽ സഹോദരങ്ങൾ പറയും. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുന്നവരല്ല. മറിച്ച് ലോകമെമ്പാടും അഹ്ലുസുന്ന അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളെ അവരിലേക്ക് മടക്കാം എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിന് തീർപ്പെന്നോണം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ല നമ്മൾ കൊണ്ടുവന്ന പുതിയ ആശയമല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാരത്ത് മടക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു പറഞ്ഞൊരു ആശയമല്ല. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് നമുക്കുള്ള ഒരു ബാധ്യതയിൽ കൂടി പെട്ടതാണ് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് സഹോദരങ്ങൾ, ബുദ്ധിയുള്ള ആളുകളെല്ലാം തന്നെ മറ്റു മേഖലയിൽ അവർ അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കൊന്നും അറിയാത്ത കാര്യത്തില്, ഒരു മെഡിസിന്റെ വിഷയത്തില് നമുക്കറിയില്ല. ഒരാളൊരു പുതുതായി പഠിച്ചു വന്നൊരു ഡോക്ടറാണ്, അയാൾക്ക് കുറച്ചേ അറിയുള്ളൂ. ഒരു പ്രത്യേകമായ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് വന്നാൽ എനിക്കിപ്പോ മെഡിസിന്റെ ബുക്കൊക്കെ ഇവിടെ കിട്ടുമല്ലോ, ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്യോ? അങ്ങനെ ഒരാൾ ചെയ്യാൻ തന്നെ നമ്മൾ അയാളുടെ അടുക്കലേക്ക് കൊണ്ടുപോകും? ഇല്ല, ഒരിക്കലും നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് കൊണ്ടുപോവുക? കുറച്ച് നന്നായി എക്സ്പീരിയൻസ് ഉള്ള വലിയ അതിനേക്കാളും കൂടുതൽ കാലം ആ വിഷയം പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് നമ്മൾ കൊണ്ടുപോകും. അല്ലാതെ ഇപ്പോൾ ഒരു MBBS പാസ്സായ ഒരാളെന്നെ വലിയൊരു ക്രിട്ടിക്കൽ കേസ് ഇതൊക്കെ ഞാൻ ചെയ്യും, എന്തോ ഓപ്പറേഷൻ ആണെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിയുള്ള ആൾ പറയില്ല, അത് ശരിയല്ല. കാരണം ഇവൻ പഠിച്ചിട്ടേ ഉള്ളൂ, ഇവനെല്ലാ സങ്കീർണമായ വിഷയങ്ങളും പറ്റുകയില്ല, ഇവനേക്കാളും മുകളിലുള്ള ആൾക്കാരുണ്ട്. അത് മടങ്ങേണ്ടതാണ് എന്നുള്ള ബുദ്ധി താല്പര്യപ്പെടുന്ന കാര്യമാണ്. അതേ കാര്യം ഇൽമിന്റെ കാര്യത്തിൽ മനസ്സിലാക്കൂ. ഇവിടുന്ന് ഒരാൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ അയാൾക്ക് എല്ലാ വിഷയങ്ങളും തീർപ്പാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിനേക്കാളും പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാകും. അവരിലേക്ക് കാര്യങ്ങൾ സഹോദരങ്ങളെ മടക്കുക എന്നുള്ളതാണ് ഇത്തരം അവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അതിൽ ഒരു തീർപ്പായി പറയാനുള്ളത്. അതുപോലെ അവരോടുള്ള ഹുക്കൂക്കുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ. ഒന്ന്, അവരെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നുള്ളത് അത് ദീനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ളുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അവകാശപ്പെട്ട ആളുകൾ ആരാണ്? ഉലമാക്കളാണ്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ തന്നെ സ്നേഹിക്കേണ്ടവനാണ്, അവനെ സഹായിക്കേണ്ടവനാണ്. നല്ലൊരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാണ്? ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല വിശ്വാസമുള്ള, ഈമാനുള്ള, ഏറ്റവും ഈ ഉമ്മത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന പണ്ഡിതന്മാരാണ്. അപ്പൊ അവരെ സ്നേഹിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് വളരെ വലിയ കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, യജിബു അലൽ മുസ്ലിമീന ബഅദ മുവാലാത്തില്ലാഹ് വറസൂലിഹി മുവാലാത്തുൽ മുഅ്മിനീൻ കമാ നതഖ ബിഹി അൽ ഖുർആൻ ഖുസൂസൻ അൽ ഉലമാ അല്ലദീന ഹും വറസത്തുൽ അംബിയാ അല്ലദീന ജഅലഹുമുല്ലാഹു ബിമൻസിലത്തിൻ നുജൂമി യഹ്തദി ബിഹിം ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സ്നേഹിച്ചതിന് ശേഷം, അള്ളാഹുവിനും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിന് ശേഷം മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവന് ബാധ്യതയാണ്. കമാ നതഖ ബിഹിൽ ഖുർആൻ, ഖുർആൻ പറഞ്ഞതാണ് മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ പ്രത്യേകം അദ്ദേഹം പറയുന്നു, ഖുസൂസൻ അൽ ഉലമാ അല്ലദീന ഹും വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരം സ്വീകരിച്ചിട്ടുള്ളവരായ ഉലമാക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതിൽ പ്രത്യേകമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിളക്കുമാടങ്ങളാക്കി തീർത്തിരിക്കുകയാണ്. ഇരുട്ടിന്റെ അന്ധകാരങ്ങളിൽ നിന്നും മനുഷ്യർക്ക് ഹിദായത്തിന്റെ വെളിച്ചം പറഞ്ഞു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയിട്ടുള്ളത് ഈ പണ്ഡിതന്മാരെയാണ്.
അതുകൊണ്ട് അവരെ സ്നേഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, കഴിഞ്ഞുപോയ ഓരോ ഉമ്മത്തിലും ആ ഉമ്മത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ അവരെ പണ്ഡിതന്മാരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ അത് ഉലമാക്കളാണ് എന്നാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് അവരെ സ്നേഹിക്കുക എന്നുള്ളത്. അതുപോലെ അവർക്ക് നൽകേണ്ടതായ മര്യാദകൾ അവരോട് കാണിക്കുക എന്നുള്ളത്. അവരുടെ മര്യാദ ഇല്ലാതെ പെരുമാറുക എന്നുള്ളത് ഒരിക്കലും ഒരു യഥാർത്ഥ ദീൻ മനസ്സിലാക്കിയിട്ടുള്ള, യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം അള്ളാഹു അത്രയും സ്ഥാനവും അള്ളാഹു അത്രയും കൃത്യമായിട്ടുള്ള അവകാശങ്ങളും അവർക്ക് ഖുർആനിലൂടെ വകവച്ചു കൊടുക്കുമ്പോൾ അത് ഒരാൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്. പണ്ഡിതന്മാർക്ക് നൽകേണ്ടതായിട്ടുള്ള ഹക്കുകൾ സഹോദരങ്ങളെ നമ്മൾ നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലൈസ മിൻ ഉമ്മത്തി മൻ ലം യജില്ല കബീറന വയർഹം സഗീറന വയഅരിഫ് ലിഉലമാ വയഅരിഫ് ലിആലിമിന. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പാപമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിലെ വലിയവരെ ബഹുമാനിക്കാത്ത, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത, ഉലമാക്കളെ മനസ്സിലാക്കാത്ത, അവരെ ഖദറിനെ തിരിച്ചറിയാത്തതായ ആളുകൾ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെയാകുമോ? അപ്പോൾ സഹോദരങ്ങളെ, ഉലമാക്കൾ അവർ സാധാരണക്കാരെ പോലെയല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ടതായ ഹക്കുകൾ, അവർക്ക് കൊടുക്കേണ്ടതായ സ്നേഹം, ബാധ്യതകൾ നമ്മൾ വളരെ കൃത്യമായി നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ അവർക്ക് നൽകേണ്ടതായ ഒരുപാട് ഹക്കുകൾ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ എന്ന് പറയുന്നത്. അവർക്ക് നന്നായി ദുആ ചെയ്യേണ്ടതുണ്ട്. മുൻഗാമികൾ അതിന് നമുക്ക് വലിയ മാതൃകകൾ കാണിക്കുന്നതാണ് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുൻഗാമികളുടെ മാതൃകയിൽപ്പെട്ടതാണ്. അവരിൽപ്പെട്ട ഓരോ ആളുകളും സഹോദരങ്ങളെ അവരെ പഠിപ്പിച്ച ആളുകൾക്ക് വേണ്ടി ധാരാളമായി വർഷങ്ങളോളം ദുആ ചെയ്തിട്ടുണ്ട് എന്ന് എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. എടുത്തു പറയുകയാണ്, ഞാൻ ഇത്ര വർഷം ജീവിച്ചു, 30ഓളം 40ഓളം വർഷം എന്റെ ഷെയ്ഖ് മരണപ്പെട്ടു, പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടുള്ള പ്രത്യേകതയാണ്. കാരണം ഈ ഇൽമ് എനിക്ക് മനസ്സിലാകാൻ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് അവരോട് എത്രമാത്രം ബാധ്യതയാണുള്ളത്. അല്ല, നമുക്കൊരു ഒരാളൊരു വീട് വെച്ച് തരുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു വലിയ സമ്പത്ത്, ഭാരിച്ചൊരു സമ്പത്ത് നമുക്ക് നൽകുന്നു. ഇതെല്ലാം എവിടേക്ക് വരെയാണ്? ഇതൊക്കെ ഈ ദുനിയാവിൽ വിട പറയുന്നത് വരെയുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഈ വീടിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കോടികൾ ഒരാൾ നമുക്ക് കയ്യിൽ തരുന്നു. നമുക്ക് ഈ ദുനിയാവിൽ ഖബറിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു രൂപ പോലും നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ദുനിയാവിൽ തന്നെ തീരേണ്ടതാണ്. പക്ഷെ ഒരാൾ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തന്നു, തൗഹീദ് പഠിപ്പിച്ചു തന്നു. നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മൾ പരലോകത്തേക്ക്, നമ്മുടെ ഖബറിൽ വെളിച്ചമാകുന്ന കാര്യമായിരിക്കും അത്. പരലോകത്ത് വെച്ച് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന കാര്യമായിരിക്കും അത്. അപ്പൊ എത്ര ഹക്കുമാണ് നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഹക്കും അവരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ദുആകളും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, നമ്മൾ ഒരിക്കലും മറന്നു പോവുകയില്ല. കാരണം അതിനോടുള്ള സ്നേഹം അത് എത്രമാത്രം നമ്മുടെ മനസ്സിലുണ്ടോ, ഇൽമിനോടുള്ള ദീനിനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അത്രയും വില നമുക്ക് എന്ത് ചെയ്യും, ഈ പണ്ഡിതന്മാരോട് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ അങ്ങനെ ഒരുപാട് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുള്ളത്. അവരിൽ ചിലരെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, മാ സല്ലൈതു മുൻദു മാത ഹമ്മാദ്. ഹമ്മാദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്. ഹമ്മാദ് റഹിമഹുല്ല അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാനൊരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല ഇല്ല ഇസ്തഗ്ഫർതു ലഹു മഅ വാലിദി. എന്റെ ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നതാണ്. ഓരോ നിസ്കാരത്തിലും എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് മരിച്ചപ്പോ, അദ്ദേഹത്തിന്റെ ഉസ്താദ് മരിച്ചപ്പോ ഓരോ നിസ്കാരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വ ഇന്നി ല അസ്തഗ്ഫിറു ലിമൻ തഅല്ലംതു മിൻഹു ഔ അല്ലമനി ഇൽമാ. ഞാൻ ആരിൽ നിന്നെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും എനിക്ക് ഇൽമ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യും, ഇസ്തിഗ്ഫാർ തേടും എന്ന് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറയാണ്. അതേപോലെ തന്നെ അബൂ ഹനീഫയുടെ ശിഷ്യനാണ് അബൂ യൂസുഫ് അൽ ഖാദി. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി ല അദ്ഉ ലി അബി ഹനീഫ ഖബ്ല വാലിദി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയണ എന്റെ ഉപ്പയേക്കാൾ മുമ്പ്, ഒരുപാട് അദ്ദേഹത്തിന് ഒരുപാട് അറിവ് ലഭിച്ചുകൊണ്ടതായിരിക്കാം, എന്റെ ഉപ്പയേക്കാൾ മുമ്പ് ഞാൻ അബൂ ഹനീഫക്ക് വേണ്ടി എന്ത് ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും. അത് ഉപ്പാക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അബൂ ഹനീഫക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്രയും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും. യഹ്യ അൽ ഖത്താൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അന അദ്ഉല്ലാഹ ലിശാഫിഈ അഖുസ്സുഹു ബി. ഞാൻ ഷാഫി റഹിമഹുല്ലാഹ്ക്ക് മാത്രമായി ഞാൻ ദുആ ചെയ്യുമായിരുന്നു എന്ന്
അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ അവരങ്ങനെ പറയുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട്, മാ ബിത്തു മുൻദു 30 സന ഇല്ലാ വഅന അദ്ഉ ലിശ്ശാഫിഈ വഅസ്തഗ്ഫിറു ലഹു. ഞാൻ 30 വർഷം കഴിച്ചുകൂട്ടിയിട്ടില്ല, ഞാൻ ഇമാം ഷാഫിഈക്ക് വേണ്ടി ദുആ ചെയ്തിട്ടും ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുമല്ലാതെ എന്നാണ്. നോക്കൂ, അദ്ദേഹത്തിന് ആ കിട്ടിയിട്ടുള്ള ആ കുറഞ്ഞ കാലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ധാരാളക്കണക്കിന് വിജ്ഞാനങ്ങൾ അദ്ദേഹം അതിനോടുള്ള ശുക്ർ കാണിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമുക്ക് പൊതുവായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമല്ല അത്. നമുക്ക് ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, മൻ ഇസ്തആദ ബില്ലാഹി ഫഈദു വമൻ സഅല ബില്ലാഹി ഫഅതു വമൻ ദആകും ഫഅജീബു വമൻ സനഅ ഇലൈക്കും മഅറൂഫ. ആരെങ്കിലും നിങ്ങൾക്കൊരാൾക്കൊരു നന്മ ചെയ്താൽ ഫകാഫിഊഹു, പ്രത്യുപകാരം ചെയ്യുക. ഇങ്ങോട്ടൊരു നന്മ ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കുന്ന വേളയിൽ പ്രത്യുപകാരം ചെയ്യുക. ഫഇൻ ലം തജിദു മാ തുകാഫിഊനഹു ബി ഫദ്ഉ ലഹു ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമു. ഇനി നിനക്ക് പ്രത്യുപകാരം ചെയ്യാനൊന്നും നിനക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അത് ബാധ്യത തീർക്കുവോളം നീ ചെയ്തു എന്ന് തോന്നുന്നത് വരെ ദുആ ചെയ്തുകൊള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ നമുക്കൊരാൾ നൽകുന്ന ഏറ്റവും വലിയ നമുക്ക് ചെയ്യുന്ന ഒരു ഉപകാരം എന്താണ്? എൽമിനേക്കാൾ മറ്റെന്ത് ഉപകാരമാണ് നമുക്കുള്ളത്? പ്രത്യേകിച്ച് നമ്മൾ ഷിർക്കിലൊക്കെ വീണ് മുങ്ങിക്കുളിച്ചിരുന്ന ആളുകൾ ശരിക്കും ചിന്തിക്കണം. അവർക്ക് ആ തൗഹീദ് പറഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാളിലൂടെയാണ് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമാക്കി തീർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് മഅസിയത്തുകളിൽ മുങ്ങിക്കുളിച്ച ഒരാൾക്ക് ആ മഅസിയത്തുകളിൽ നിന്നും അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി നിന്റെ ഹൃദയങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടക്കാൻ ചില ആളുകളുടെ സംസാരം നിങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ നിങ്ങൾ സഹോദരങ്ങളെ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഇത് ഉലമാക്കളോടുള്ള ബാധ്യതയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരുപാട് ബാധ്യതകൾ, അവരുടെ ഖദറിനെ കുറിച്ച് മനസ്സിലാക്കുക, ഉലമാക്കൾ കൊടുക്കേണ്ട ഖദർ കൊടുക്കുക, അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു വിലയില്ലാത്ത പോലെ പറയുക. അവരെ പറയുമ്പോൾ ഒരു സാധാരണ ഏതോ ഒരു ആൾക്കാരെ കുറിച്ച് പറയുന്നത് പോലെ അവരുടെ പേരുകളൊക്കെ പറയുമ്പോൾ ഒരു മാന്യതയില്ലാത്ത രൂപത്തിൽ സംസാരിക്കുക. ഇന്ന ഫുലാൻ എന്നൊക്കെ രൂപത്തിൽ അയാളുടെ പേരുകളൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക സഹോദരങ്ങളെ, ഒരു മാന്യതയ്ക്ക് നിരക്കാത്ത രൂപത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ അവർക്ക് എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ഉദ്ർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്താണ്, അവർക്ക് എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ സംഭവിച്ചാൽ പണ്ഡിതന്മാർ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അവരുടെ ഇടയിലൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊരു അവർക്കെതിരെയുള്ള ഒരു ആയുധമാക്കാനുള്ള കാരണമാക്കുകയല്ല, മറിച്ച് അവർക്ക് എന്തെങ്കിലും ഉദ്റുണ്ടോ അത് വ്യക്തമായി അന്വേഷിക്കണം. പൊതുവായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ നമ്മോട് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. എന്താണത്? എന്തെങ്കിലുമൊക്കെ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിന്നിൽ അടുക്കലേക്ക് വന്നാൽ ഫതബയ്യനു, അത് വ്യക്തമായി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ വിപത്ത് അതിലൂടെ ഉണ്ടാക്കും. അപ്പൊ അതിനേക്കാളും വലുതാണ് ഒരു പണ്ഡിതന്റെ എറൽ എന്ന് പറയുന്നത്, അഭിമാനം എന്ന് പറയുന്നത്. ഒരു പണ്ഡിതനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും എന്താണെന്ന് അറിയാതെ, അല്ലെങ്കിൽ ആ പണ്ഡിതൻ ആ ചെയ്ത കാര്യത്തിന് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നൊന്നും അറിയാതെ അയാളെ കുറിച്ച് മോശമായി പറയുക, പ്രചരിപ്പിക്കുക, ഇതൊന്നും സഹോദരങ്ങളെ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഒരുപാട് കൂടുതൽ വിശദീകരിക്കേണ്ടതായ കാര്യങ്ങളാണത്. നമ്മൾ വളരെ കുറഞ്ഞ രൂപത്തിൽ അത് പറയണം. അതുകൊണ്ട് അവർക്കെതിരെ വരുന്ന അത്തരം ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പോലുള്ള ആളുകളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ശരിക്കും അത് നമ്മൾ അതിൽ കാണിക്കേണ്ടതായ മര്യാദകൾ കാണിക്കണം. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. പണ്ഡിതന്മാർക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധങ്ങൾ, അത് മുഖേന ആ പണ്ഡിതൻ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഇൽമിനെ എല്ലാം അടിച്ചില്ലാതാക്കി തകർത്ത് കളയുന്ന രൂപത്തിൽ സംസാരങ്ങൾ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ഉലമാക്കൾക്കെതിരെയുള്ള സംസാരം എന്ന് പറയുന്നത് സാധാരണക്കാരായ ഒരാൾക്കെതിരെയുള്ള സംസാരം പോലെയല്ല. സാധാരണക്കാരനായ ഒരാളുടെ സംസാരത്തിന് പോലും, സാധാരണക്കാരനായ ഒരാളുടെ അഭിമാനത്തിന് പോലും ദീനുൽ ഇസ്ലാമിന് വലിയ വിലയുണ്ട്. വലിയ വിലയുള്ള കാര്യമാണ് ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത്. പക്ഷെ ഉലമാക്കളുടെ അവരുടെ അഭിമാനത്തിന് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. കാരണം ഉലമാക്കളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്ന് പറയുന്നത് അത് ഇൽമിന് കൂടിയുള്ള ക്ഷതമേൽപ്പിക്കുന്നത് പോലെയാണ്. കാരണം ആളുകൾ അയാൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഇൽമിൽ നിന്ന് അകന്നുപോകും. ആളുകൾ അയാൾ കാണിച്ചു കൊടുത്തിട്ടുള്ള സന്മാർഗത്തിൽ നിന്നും അകന്നു പോകാനൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇനി ആ പണ്ഡിതന് എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിച്ചതാണ് എങ്കിൽ പോലും അത് തിരുത്തുന്നതിന് അതിൻ്റെതായ മാന്യതകളുണ്ട്, അതിന് തിരുത്തുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് ശരിയല്ലല്ലോ, ഇന്നതല്ലേ ശരി എന്ന രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ സംസാരിക്കുക എന്നെല്ലാം സഹോദരങ്ങളെ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഇത് പണ്ഡിതന്മാരോട് കൊടുക്കേണ്ടത്, അവർക്ക് നൽകേണ്ടതായ ബാധ്യതകളെ കുറിച്ച് പണ്ഡിതന്മാർ ഏതാനും എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ അവരെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് അപകടമുള്ള കാര്യമാണ്. നാം നേരത്തെ പറഞ്ഞു പണ്ഡിതന്മാരെ താഴ്ത്തിക്കെട്ടുന്നത് ആരൊക്കെയാണ് എന്നുള്ളത്.
അവരുടെ പിന്നിലുള്ള അജണ്ട എന്താണെന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇഖ്വാനുൽ മുസ്ലിമൂനെ പോലെയുള്ള ആളുകൾ അവരുടെ ഈ പറയുന്ന തീവ്ര ചിന്താഗതികൾ, ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്തതായ ചിന്താഗതികൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ആദ്യം ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാരെ എഴുത്തി കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ, വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വ ഇസ്മൻ മുബീന. ആരാണോ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും സത്യവിശ്വാസികളെയും അവരൊന്നും അറിയാത്തതായ കാര്യങ്ങളിൽ അവരെ ഉപദ്രവിക്കുന്നത്, അവർ വലിയ അതിക്രമമാണ് ചെയ്തിട്ടുള്ളത്, വ്യക്തമായ പാപമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഒരു മുഅ്മിനായ ഒരു വ്യക്തി പോലും അയാൾക്ക് അറിയാത്തതായ, അതിനെക്കുറിച്ച് യാതൊരു ധാരണ പോലും ഉണ്ടാവില്ല, അയാൾ ആക്ഷേപിക്കുകയാണ് ഇയാൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ആളുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ഇയാൾ ജൂതചാരനാണ്, അയാൾ ഇസ്ലാമിന്റെ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്നത് സഹോദരങ്ങളെ നാം കണ്ടിട്ടില്ലേ? അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ആദാ ഫഖീഹൻ ഫഖദ് ആദാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ആദാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ആദാ അല്ലാഹ്. ആരാണ് ഒരു ഫഖീഹിനെ, ആരാണ് ഒരു പണ്ഡിതനെ ഉപദ്രവിക്കുന്നത്, അവൻ റസൂലുള്ളാഹിനെയാണ് ഉപദ്രവിക്കുന്നത്. ആരാണോ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഉപദ്രവം ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ മുഅ്മിനീങ്ങളോട് ഖുർആനിൽ എന്തെല്ലാം ഹക്കുകൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ നോക്കുക. ആ ഹക്കുകളിൽ ഏറ്റവും കൂടുതൽ അത് ഉലമാക്കൾക്കാണ്. ഒരു മുഅ്മിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആകാൻ പാടില്ല, ഒരു മുഅ്മിനോട് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു മുഅ്മിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും മുഅ്മിനീങ്ങളോട് കാണിക്കേണ്ട ബാധ്യതകളെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അവിടെ നൽകേണ്ടത് പണ്ഡിതന്മാർക്കാണ്. കാരണം അവർക്കാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് എന്നാണ്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വഇർളുഹു വമാലുഹു. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ അവന്റെ രക്തവും അവന്റെ അഭിമാനവും സമ്പത്തുമെല്ലാം പവിത്രമാണ്, അതിനെ കളങ്കപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് സഹോദരങ്ങളെ പണ്ഡിതന്മാരോടുള്ളത് എന്നാണ്. ഇപ്പൊ ഗീബത്തിന്റെ കാര്യം നമുക്കറിയാം. ഗീബത്ത് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അയാളുടെ അസാന്നിധ്യത്തിൽ പറയുക എന്നുള്ളതാണ്. ഇതൊരു മുസ്ലിമിന്റെ ഗീബത്ത് അത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഒരു ആലിമിനെ കുറിച്ചിട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് എങ്കിലോ, ഒരാലിമിന് ഇല്ലാത്തതായ, അയാളിൽ ഇല്ലാത്തതായ കാര്യങ്ങൾ പറയുക, അയാൾ ആക്ഷേപിക്കുക, അയാൾ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയിൽ പോകുന്ന ആളായിരിക്കും. പക്ഷെ അയാളെ കുറിച്ചിട്ട് അയാൾ അങ്ങനെയല്ല, അയാൾ മോശമാണ്, അയാൾ ഈ ദീനെ പൊളിക്കുന്ന ആളാണ്, അയാൾ ദീനിൽ വെള്ളം ചേർക്കുന്ന ആളാണ്. ഈ രൂപത്തിൽ ആ ആലിമിന് ഒരു നിലക്കും അയാൾ പോലും അറിയാത്തതായ കാര്യങ്ങൾ അയാളെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ആലിമിനെ കുറിച്ച് കുറ്റം പറയുക എന്ന് പറയുമ്പോൾ അത് ഗീബത്തിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. ആ ഗീബത്ത് ഉലമാക്കളെ കുറിച്ചായാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഇദാ കാന ഇഖ്തിയാബുൽ ആമി മിനൻ നാസി മിൻ കബായിരി ദുനൂബ്. ഒരു ആമിയായ സാധാരണക്കാരനെ നീ ഗീബത്ത് പറയുക എന്ന് പറയുന്നത്, പരദൂഷണം പറയുക എന്നുള്ളത് വൻ പാപമാണെങ്കിൽ ഫഇന്ന ഇഖ്തിയാബൽ ആലിമി അക്ബറു അക്ബർ. നീ അറിയുക, ആലിമീങ്ങളെ ഗീബത്ത് പറയുക എന്നുള്ളത് അത് അതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ്. ലിഅന്ന ഇഖ്തിയാബൽ ആലിമി ലാ യഖ്തസിറു ദററുഹു അലൽ ആലിം. കാരണം ഒരു ആലിമിനെ കുറ്റം പറയുന്നത് അയാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, ബൽ അലൈഹി വഅലാ മാ യഹ്മിലുഹു മിനൽ ഇൽമി ശറഈ. മറിച്ച് അയാള് കൊണ്ടു നടക്കുന്ന ഇൽമുണ്ടല്ലോ അതിനൊക്കെ കുറ്റം പറയുന്നതായി തീരും. ഇപ്പൊ ഒരു സലഫിയ ഒരു ആലിമിനെ കുറിച്ച് ഇല്ലാത്തതായ ആരോപണങ്ങൾ പറയുമ്പോൾ ആ ആലിമ് പറയുന്ന എന്തെല്ലാം സേവനങ്ങളെയാണ് നീ തച്ചുടച്ച് കളയുന്നത്, ആളുകൾ അകറ്റിക്കളയുന്നത്, ജനങ്ങൾ അതിൽ നിന്ന് ആളുകളെ അകറ്റിപ്പോകും. അദ്ദേഹം പറയുന്നു, വന്നാസു ഇദാ സഹിദു ഫിൽ ആലിം ഔ സഖത മിൻ അയ്യുനിഹിം തസ്ഖുതു കലിമതുഹു ഐളൻ വഇദാ കാന യഖൂൽ ഹഖ് വയഹ്ദി ഇലൈഹി ഫഇന്ന ഗീബത الرجل لهذا العالم تكون حائلا بين الناس وبين العلم الشرعي وهذا خطره كبير وعظيم. ഒരു പണ്ഡിതനെ കുറിച്ച് തെറ്റ് പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ സഹോദരങ്ങളെ, ജനങ്ങൾ എന്ത് ചെയ്യും? ആ പണ്ഡിതനിൽ നിന്നും അകന്നു പോകും. ആ പണ്ഡിതൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് നന്മകൾ ഉണ്ടാകും, ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും, സന്മാർഗത്തിലേക്ക് എത്തിക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. അപ്പൊ ജനങ്ങൾ അകന്നു പോകും. ഇയാളൊന്നും ശരിയില്ലല്ലേ, അപ്പൊ ഇയാളുടെ അടുത്തൊന്നും ഇനി നമുക്ക് കേൾക്കാൻ പാടില്ലല്ലേ, ഇയാളൊക്കെ വളരെ മോശമാണല്ലേ എന്ന രൂപത്തിലേക്ക് എത്തും. അപ്പൊ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് പണ്ഡിതന്മാരെ ജനങ്ങളിൽ നിന്നും അകറ്റുക എന്ന് പറയുന്നത് അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ആളുകളെ ദീനിൽ നിന്ന് അകറ്റുന്നതിന് തുല്യമായി തീരും, ആളുകളെ ദീനിൽ നിന്ന് അകറ്റുന്നതിന് തുല്യമായി തീരും. അതുകൊണ്ട് പണ്ഡിതന്മാരെ കുറിച്ചുള്ള സംസാരം എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ
ഈ ഉമ്മത്തിനും അവരുടെ പണ്ഡിതന്മാർക്കുമിടയിൽ വലിയൊരു ഭിന്നിപ്പുണ്ടാക്കിയാൽ, അവരെ വേറെ വേറെയാക്കി കഴിഞ്ഞാൽ, ഖുസൂസൻ ബൈന ശബാബി വബൈന ഉലമാഇഹ ഹസല ശർ വതമക്കന ശൈത്താനു മിൻ ഇഗ്വാഇ ബനി ആദം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും യുവാക്കളെയും പണ്ഡിതന്മാരെയും ഒക്കെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഷർറുണ്ടാകും. പിശാചിന് ഈ ഉമ്മത്തിനെ പിഴപ്പിക്കാൻ ഏറ്റവും വലിയ സ്വാധീനം അവിടെ ഉണ്ടാകും. അമ്മ ഇദ ഹസല ലിൽ ഇർതിബാത് ബി അഹ്ലിൽ ഇൽം വസുആലു അഹ്ലിൽ ഇൽം ഫഇന്ന ഹാദാ സബീലുൻ നജാത്ത് വഅലാമത്തുൽ ഖൈരി ലിഹാദിൽ ഉമ്മ. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. എന്നാൽ പണ്ഡിതന്മാരുമായിട്ട് ജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ, അവർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉലമാക്കളോട് ചോദിക്കുന്ന അവസരമൊക്കെ ഉണ്ടാക്കിയാൽ ഫഇന്ന ഹാദാ സബീലുൻ നജാത്തി വഅലാമത്തുൽ ഖൈരി ലിഹാദിൽ ഉമ്മ, ഇത് വിജയത്തിന്റെ ഒരു മാർഗമാണ്, ഈ ഉമ്മത്തിന്റെ ഖൈറിന്റെ ലക്ഷണവുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, കം യുഹാവിൽ ശൈത്താൻ അൽ ഇൻസ് വൽ ജിൻ ശൈത്താൻ അൽ ഇൻസ് വൽ ജിന്നി അൻ യഫസിലു ബൈന അന്നാസി വബൈന ഉലമാഇഹിം. എത്ര മനുഷ്യ ജിന്നിലും പെട്ടിട്ടുള്ള പിശാചുക്കളാണ് ജനങ്ങളെയും ഉലമാക്കളെയും തമ്മിൽ ഇങ്ങനെ വേർപെടുത്താൻ നോക്കുന്നത്. അവർക്കിടയിൽ ഇങ്ങനെ പരസ്പരം ശത്രുതയെല്ലാം നാട്ടിവെക്കുന്നത്. മിൻ അജ്ലി അൻ യതമക്കനൽ അശ്റാർ മിൻ ഖിയാദത്തിൽ ഉമ്മത്തി ഇലൽ ഹലാക്കി ഹാദാ മാ യുരീദൂനഹു. അവർക്ക് അത് മുഖേന എന്ത് ചെയ്യാൻ പറ്റും? ഉലമാക്കളിൽ നിന്നും ആളുകളെ വേർപെടുത്തിയിട്ട് ഈ ഉമ്മത്തിന്റെ നാശത്തിലേക്കും അവർ ഉദ്ദേശിക്കുന്നതായ അവരുടെ തന്ത്രങ്ങളിലേക്കും ഒക്കെ അവരെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഹാദാ ദസാഇസുഹും, ഇത് ഇവരുടെ വ്യക്തമായ തന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിജ്ഞാനം അത് ഉലമാക്കളോട് നിന്ന് സ്വീകരിക്കണം, ഉലമാക്കളോട് ചോദിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദീനിൽ ഇഷ്കാലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉലമാക്കളോട് നിങ്ങൾ എന്ത് ചെയ്യണം? അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കണം. എന്നാലും വളരെ കൃത്യമായി അദ്ദേഹം ഉപദേശം നൽകുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഫിഖ്ഹു തആമുൽ മഅൽ ഉലമാ, ഉലമാക്കളോട് നമ്മൾ പെരുമാറുന്നതിന്റെ കർമ്മശാസ്ത്രം എന്നറിയിക്കുന്നതായ ഒരു കാസറ്റിൽ നമുക്കത് വളരെ കൃത്യമായി കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ദീനുൽ ഇസ്ലാമിൽ ഉലമാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ നമ്മൾ പറയുന്നത്, നമ്മുടെ മൗഖിഫ് എന്ന് പറയുന്നത്, ഉലമാക്കൾ എന്തു പറഞ്ഞാലും അത് അങ്ങനെ സ്വീകരിക്കണം എന്ന് ഒരാളും അവിടെ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായിക്കൊണ്ട് ഉലമാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണമെന്ന് ഒരാളും ലോകത്ത് പറയുന്നില്ല. മുസ്ലിം ഉമ്മത്തിൽ ഒരാളും അങ്ങനെ പറയുന്നില്ല. കാരണം ഉലമാക്കളുടെ സ്ഥാനം അതെപ്പോഴാണ്? അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് കൃത്യമായി മൻഹജു സലഫ് അനുസരിച്ച് സ്വഹാബികളുടെ മാർഗം അനുസരിച്ച് പോകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ആലിമായി തീരുന്നത്. എന്നാൽ അതിനെതിരെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും സലഫിന്റേതല്ലാത്ത മാർഗങ്ങളിലേക്കും ക്ഷണിക്കുമ്പോൾ അത്തരം ഉലമാക്കൾ അവർ അനുസരിക്കപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും എല്ലാം അനുസരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മോട് പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തന്നെ കൃത്യമായി മടങ്ങേണ്ടതുണ്ട് എന്ന്. ഇതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമുണ്ട്. പണ്ഡിതന്മാർ ഖുർആനും സുന്നത്തിനും എതിരായി കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുക എന്നുള്ള ബാധ്യത നിങ്ങൾക്കില്ല. പണ്ഡിതന്മാർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് തെളിവുകൾ കൊണ്ടുവരുന്നത്. ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, സ്വഹാബികൾ ഇങ്ങനെയാണ് ഇതിന്റെ ആശയം പറഞ്ഞിട്ടുള്ളത്, ഹദീസിൽ ഇങ്ങനെയാണുള്ളത്, അതിന്റെ ആശയം സ്വഹാബികൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കുമ്പോഴാണ് അവരെ പിൻപറ്റാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാകുന്നത്. എന്നാൽ അവർ ഖുർആനിനെതിരായിട്ടാണ് പറയുന്നത്, ഹദീസുകൾക്കെതിരായിട്ടാണ് പറയുന്നത് എങ്കിൽ അവർ സ്വീകരിക്കപ്പെടാൻ അവരോട് നമുക്ക് ബാധ്യതയില്ല എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ആഫിയത്തോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമളാനിലേക്ക് പ്രവേശിക്കാനും ധാരാളം സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.